الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം സമയത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. സമയം എന്ന് പറയുന്നത് ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒന്നാണെന്ന് വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പ്രവാചകൻ്റെ തിരുമൊഴികൾ നമ്മെ നിരന്തരം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സമയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമയത്തെ വ്യത്യസ്ത സമയങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. അതിൽ രാത്രിയെക്കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നുണ്ട്. പകലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. പുലരിയെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. പൂർവാഹനത്തെ സാക്ഷിയായിക്കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വല്ലൈലി ഇദാ യഗ്ഷാ, രാത്രി അത് മൂടി വരുമ്പോൾ, രാത്രി അത് തന്നെയാണ് സത്യം എന്ന് പറയാം. രാത്രി തന്നെയാണ് സത്യം, അത് മൂടി വരുമ്പോൾ. വന്നഹാരി ഇദാ തജല്ലാ, പകലെന്ന് പറയുന്നത് ഒരു സമയമാണല്ലോ. പകൽ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം. വല്ലുഹ, പൂർവാഹനം തന്നെയാണ് സത്യം. എന്തുകൊണ്ട് അല്ലാഹു തആല ഇങ്ങനെ വ്യത്യസ്തമായ സമയങ്ങളെ എടുത്ത് സാക്ഷിയാക്കി സത്യം ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കിയാൽ നിശ്ചയം സമയത്തിന് വമ്പിച്ച പ്രാധാന്യമാണ് ഒരു വിശ്വാസി നൽകേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ രാവും പകലും പുലരിയും പൂർവാഹനവും മാത്രമല്ല, കാലം എന്ന് പറയുന്ന ആ രാവും പകലുമൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ദിവസം, ആഴ്ച, മാസം, വർഷം, അതെല്ലാം കൂടിക്കൊണ്ട് അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യമെന്ന് വീണ്ടും അല്ലാഹു പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു ഒരു സംഗതിയെ കൊണ്ട് സത്യം ചെയ്യുന്നുവെങ്കിൽ അതിന് വമ്പിച്ച പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്, ഏറെ മഹത്വമുണ്ട് എന്നുള്ളതാണ്. ഇത് ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ പരിധി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ഈ സമയമെന്ന് പറയുന്നത് വലിയ സമ്പത്താണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, അതും സമയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ നമസ്കാരം
ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിൽ പറയുന്നത്. വഖത്ത്, ടൈം കൃത്യമായി നിയമമാക്കപ്പെട്ട അങ്ങനെയുള്ള ഒരു ഇബാദത്ത് സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്, തീർച്ച എന്നാണല്ലോ ആ വചനം. അപ്പം സമയമുണ്ട്, ആ സമയത്ത് നിർവഹിക്കണമെന്നാണ്. ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയങ്കരമായ കർമ്മമേത്? അപ്പം എന്താ പറയുന്നത്? അസ്വലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുന്ന. അപ്പോൾ ഈ സമയം എന്നുള്ളത് വളരെ വമ്പിച്ച, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പലരും പറയാറുണ്ട് ടൈം ഈസ് മണി, സമയം എന്ന് പറയുന്നത് അത് പണമാണ്, സമ്പത്താണെന്നാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക പണ്ഡിതന്മാരിലെ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് മനുഷ്യൻ്റെ ഒഴിവ് സമയമുണ്ടല്ലോ, സമയം എന്ന് മാത്രമല്ല ഒഴിവ് സമയം, അത് അവൻ്റെ മൂലധനമാണ് എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുപോലെ മൂലധനമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പം നമസ്കാരം അത് സമയവുമായി ബന്ധപ്പെടുത്തി. നമസ്കാരം മാത്രമല്ല, നോമ്പ്, റമളാനിലെ നോമ്പ്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ഈ മാസത്തിൽ ആരാണ് സന്നിഹിതരായിട്ടുള്ളത്, സാക്ഷിയായിട്ടുള്ളത്, ഫലിയസും, അവർ നോമ്പ് നോക്കട്ടെ എന്നാ. ആ മാസം എന്നുള്ള സമയവുമായി ബന്ധപ്പെടുത്തിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ഹജ്ജോ അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളിലാണെന്നാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ഇതാണ് ഹജ്ജിൻ്റെ മാസങ്ങൾ എന്ന് പറയുന്നത്. റമളാനിലോ ശഅബാനിലോ ഒന്നും നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റില്ല. അപ്പോൾ നോമ്പും നമസ്കാരവും ഹജ്ജും സക്കാത്തോ, കൃഷിയുടെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വആതു ഹഖ്ഖഹു യൗമ ഹസ്വാദിഹി എന്നാണ്. കാർഷികോൽപ്പന്നങ്ങൾ വിളവെടുക്കുന്ന, കൊയ്തെടുക്കുന്ന ആ ദിവസം തന്നെ സക്കാത്ത് കൊടുക്കുന്ന. അപ്പം ഇതൊക്കെ എന്താ പറയുക, സമയത്തിൻ്റെ ആ മൂല്യത്തിലേക്ക്, പ്രാധാന്യത്തിലേക്ക്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവ് സമയം അത് അള്ളാഹുവിൻ്റെ അമാനത്താണ് എന്നുള്ളതാണ്. അപ്പം സമയത്തെക്കുറിച്ച് തന്നെ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അടിവരയിട്ടുകൊണ്ട്, ആവർത്തിച്ചുകൊണ്ട് നമ്മോട് പഠിപ്പിക്കുന്നത്, മനുഷ്യ, നീ ടൈം, സമയം അത് മാനേജ്മെൻറ്റ് ചെയ്യണം, ക്രമീകരിക്കണം, ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നന്മകൾ നീട്ടിവെക്കാനുള്ള പ്രവണത, സമയം നഷ്ടപ്പെടുത്തിയിട്ട് വെറുതെ കളഞ്ഞിട്ട് ഒരു നന്മ അത് നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, വൈകിട്ട് ചെയ്യാം, വൈകുന്നേരമാകുമ്പോൾ രാവിലെ ചെയ്യാം, രാവിലെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ആ രൂപത്തിൽ പല ആളുകളും. ഇവിടെ എന്താണ്, ഇതൊരു അമാനത്താണ് എന്നുള്ളതാണ്. നമ്മുടെ സമയം എന്ന് മാത്രമല്ല, ഒഴിവ് സമയം പ്രത്യേകിച്ചും അതൊക്കെ എന്താ, അമാനത്താണെന്നാണ്. എന്താണ് ഈ അമാനത്ത്? ഇപ്പോൾ അള്ളാഹുവിനുള്ള അവകാശങ്ങൾ, ഹുഖൂഖുള്ള അല്ലെങ്കിൽ ഹുഖൂഖുൽ ഇബാദ്, അള്ളാഹുവിൻ്റെ അവകാശങ്ങളാകട്ടെ, അടിമകളുടെ, മനുഷ്യരുടെ അവകാശങ്ങളാകട്ടെ, അതെന്ത് ചെയ്യണം, നമ്മൾ കൊടുത്തു വീട്ടണം. അതാണ് അമാനത്ത് നൽകുക, അമാനത്ത് നിർവഹിക്കുക എന്നൊക്കെ പറയുന്നത്. എന്നതുപോലെ ഒരമാനത്താണെന്ത്, ഒഴിവ് സമയം. അതായത് കസ്വലാത്തിൽ മഫ്റൂള, നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ഉണ്ടല്ലോ, അതെന്തൊരു അമാനത്താണ്. അത് ആ സമയത്ത് നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ റബ്ബ് നമ്മോട് ചോദ്യം ചെയ്യും. ഞാൻ ഇദ്ദേഹത്തിന് 1000 രൂപ കൊടുക്കാനുണ്ട്, അത് അടുത്ത മാസം 1-ാം തീയതി കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല എങ്കിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അതൊരു അമാനത്താണ്. എന്നതുപോലെ എനിക്ക് ഒരു അരമണിക്കൂർ ഫ്രീ ടൈമുണ്ട്, ഒഴിവ് സമയമുണ്ട്. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും, എല്ലാവർക്കും, മുസ്ലിമായ ഓരോ ആളുകൾക്കും ആ സമയം കൃത്യമായി ചെലവഴിച്ചില്ല എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല,
ഈ ദുനിയാവിൽ ഭൗതിക ലോകത്ത് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മളത് വൃഥാ പാഴാക്കിയാൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനത്തിൽ വന്നിട്ടുള്ള കാര്യം, ഈ സമയമുണ്ടല്ലോ, ആ സമയത്തെക്കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യുമെന്നാണ്. നിനക്ക് സമയമുണ്ടായിരുന്നല്ലോ, ആ സമയം എങ്ങനെ എന്തിന് ചെലവഴിച്ചു എന്നുള്ളതാണ് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ മനുഷ്യരോട്, ഓരോ ആളുകളോടും ചോദിക്കുന്ന ചോദ്യമെന്ന് പ്രവാചകൻ്റെ തിരുമൊഴിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒഴിവ് സമയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൂലധനമാണ്. അൽ ഫറാഗു ഹിയ റഅ്സു മാലിൽ ഇൻസാൻ, മനുഷ്യൻ്റെ മൂലധനമാണെന്നാണ്. ആ ഒഴിവ് സമയം ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിലോ, സാധാരണ മൂലധനം എന്ന് പറയുമ്പോൾ അതെന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു കച്ചവടത്തിൽ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വർധനവുണ്ടാകണം. എനിക്ക് പ്രതിമാസം ഇത്ര കിട്ടണം എന്നുള്ള മോഹത്തോടു കൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാനോട് കൂടെയാണ് നമ്മളതിൽ ക്യാഷ് ഇടുന്നത്, അല്ലേ? എന്നാൽ അതുപോലെയുള്ള ഒരു ക്യാപിറ്റലാണ് നമ്മുടെ ഒഴിവ് സമയം. അത് നമുക്ക് വർധനവ്, നമ്മുടെ പരലോക ജീവിതത്തിനോ അല്ലെങ്കിൽ ഇഹലോകത്തെ നന്മക്കോ ഉപകാരപ്പെടാത്ത രൂപത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നതെങ്കിലോ നമ്മുടെ ക്യാപിറ്റൽ തന്നെ, മൂലധനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഹതഭാഗ്യനായി മാറും എന്നുള്ളതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ. ആ 2 അനുഗ്രഹങ്ങൾ മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ ധാരാളം ആളുകൾ അതിൽ വഞ്ചിതരായിരിക്കുന്നു എന്നുള്ളതാണ്. അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവും. നബിയുടെ ആ വചനം നിങ്ങൾ നോക്കൂ, ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്താ പറഞ്ഞിട്ടുള്ളത് നബി? കസീറുൻ മിനന്നാസ് എന്നാണ്. ജനങ്ങളിൽ ധാരാളം പേര് ആരോഗ്യത്തെക്കുറിച്ചും ഒഴിവ് സമയത്തെക്കുറിച്ചും വഞ്ചിതരാണെന്നാണ്. ധാരാളം ആളതിലുണ്ട് എന്നുള്ളതാണ്, വഞ്ചിതരിൽ പെട്ടിട്ടുണ്ടെന്നുള്ള. നമ്മളതിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾക്ക് കഴിഞ്ഞ 24 മണിക്കൂർ, ഇപ്പോൾ 1:33 സമയം, ഇന്നലെ 1:33 മുതൽ ഇന്ന് 1:33 വരെയുള്ള ആ 24 മണിക്കൂറിൽ എത്ര സമയം നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നു? അത് നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു? പ്രവാചകൻ്റെ ആ വചനത്തിൽ നമ്മൾ ആ വഞ്ചിതരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണല്ലോ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ. അത് എത്ര നമ്മൾ എണ്ണി കണക്കാക്കാൻ ശ്രമിച്ചാലും അത് ക്ലിപ്തപ്പെടുത്താൻ, കണക്കാക്കാൻ കറക്റ്റായിട്ട് ഇത്ര അനുഗ്രഹങ്ങൾ റബ്ബെനിക്ക് തന്നു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള ആയത്തിൽ ആർക്കും അറിയുമല്ലോ. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യന് ലക്ഷോപലക്ഷം അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, ആ ലക്ഷോപലക്ഷം അനുഗ്രഹങ്ങളിൽ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് 2 അനുഗ്രഹങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു? ആ 2 അനുഗ്രഹങ്ങളിൽ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏതാ ആ 2 അനുഗ്രഹങ്ങൾ? ആരോഗ്യവും ഒഴിവ് സമയവും. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒഴിവ് സമയം എന്നൊക്കെ പറയുന്നത് അത് വെറുതെ, നിങ്ങൾ നോക്കൂ, ഈ മെട്രോയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ ആളുകൾ അതിൽ ഈ ഗെയിം കളിക്കുകയാണ്. പലരും, എല്ലാവരുമല്ല, വേറെ ചില ആളുകൾ വേറെ അതായത് ദുനിയാവിനോ ആഖിറത്തിനോ ഉപകാരപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ മുഴുകാൻ പറ്റുമോ അതിൽ മുഴുകാനുള്ള ഒരു തൃഷ്ണ, അതാണ് പലപ്പോഴും ആളുകൾക്കുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് രൂപത്തിൽ സമയം വെറുതെ കളയുന്നവരാണ്. ഇപ്പോൾ ഉറക്കം ഒരു മനുഷ്യനൊരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് പറയുന്നു.
പക്ഷേ അമിതമായി ഉറങ്ങി നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും സമയം കണ്ടെത്താൻ കഴിയാതെ, നല്ല കാര്യങ്ങൾക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് സമയം വിനിയോഗിക്കാൻ കഴിയാതെ അങ്ങനെ ഉറങ്ങി തീർക്കുക. നിങ്ങൾ നോക്കൂ, ഒരു ക്ലാസ് വെച്ചാൽ ആ ക്ലാസ്സിന് വരാതെ അങ്ങനെ ഉറങ്ങുക. അതുപോലെ തന്നെ പല ആളുകളും വിനോദങ്ങൾ, തീരെ വിനോദം വേണ്ട എന്നുള്ള അല്ല പറയുന്നത്, മറിച്ച് ഇപ്പോൾ സിനിമയാകട്ടെ, സീരിയലുകളാകട്ടെ, TV ഷോകളാകട്ടെ, അതല്ലെങ്കിൽ മൊബൈൽ ഗെയിമുകളാകട്ടെ, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകളാകട്ടെ, ഇതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് അതിൽ ഭ്രമിച്ചുകൊണ്ട് മണിക്കൂറുകൾ അതിന് മുമ്പിൽ, സാധാരണ ആളുകൾ പറയാറുണ്ട്, ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമല്ലോ റമദാനിൽ, എല്ലാം മാറ്റിവെച്ച് അതിലിങ്ങോട്ട് നോക്കൂ, ഭൗതികമായ എല്ലാ സംഗതികളും ഒഴിവാക്കി അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്നുള്ള നിശ്ചയത്തോടു കൂടെയാണല്ലോ നമ്മൾ ഈ ഇഅ്തികാഫ് എന്നതുപോലെ ഈ സമൂഹ മാധ്യമത്തിൽ വരുന്ന, അല്ലെങ്കിൽ സിനിമയുടെ, സീരിയലിൻ്റെ, അല്ലെങ്കിൽ മറ്റുള്ള ഷോകളുടെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ മുമ്പിൽ ഒരു വിശ്വാസിയുടെ ഒരുപാട് മണിക്കൂറുകൾ അങ്ങനെ ചെലവഴിക്കുക എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ പ്രിയമുള്ളവർ, ദുഃഖകരമെന്ന് പറയട്ടെ, ഇവിടെ റമദാനിൽ നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് പറയാ, മതപ്രബോധന കേന്ദ്രത്തിൽ ഈ പറയുന്ന കാര്യം എല്ലാവരും കേൾക്കണം. മതപ്രബോധന കേന്ദ്രത്തിൽ 4 ആളുകൾ ഒരുമിച്ച് കൂടിയാൽ അവർ വർത്തമാനം പറയുമ്പോൾ അവർക്ക് പറയാനുള്ള ഉപമയും ഉദാഹരണങ്ങളും, അവർക്ക് ജീവിതത്തിൽ പറയാനുള്ള സംഭവങ്ങളും, ഇന്ന സിനിമയിൽ അത് നടന്നു, ഇന്ന സിനിമയിലെ ഇന്ന ഉദാഹരണം, ഇതൊക്കെയാണ് ആളുകൾ പറയുന്നതെന്നാണ്. ആരാണിത് പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളെന്ന്. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ അധപ്പതിക്കാനായിട്ട് പാടുള്ളതല്ല. ചില കാര്യങ്ങളൊക്കെ വേണ്ടി വരും, പക്ഷേ ഒരുപാട് മണിക്കൂറുകൾ, ഒരുപാട് സമയം, ജീവിതത്തിൻ്റെ സിംഹഭാഗം ആ രൂപത്തിലേക്ക് പോകുന്നൊരവസ്ഥ അത് നമുക്ക് ഉണ്ടായിക്കൂടാ. പുരുഷന്മാരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെ. നമുക്കറിയാം, ജോലിയുള്ള സ്ത്രീകളുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. ജോലി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാവർക്കും ഒഴിവ് സമയമുണ്ട്. അവരൊക്കെ ആ ഒഴിവ് സമയം നന്നായിട്ട് വിനിയോഗിക്കാൻ തയ്യാറാകണം. 24 മണിക്കൂറെന്ന് പറയുമ്പോഴേ ഒരു 6 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ, ഒരു 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ 14 മണിക്കൂറാണ്. ആ 24-ന് 14 കഴിച്ചാൽ ബാക്കി പിന്നെയുണ്ട് 10 മണിക്കൂർ. ആ 10 മണിക്കൂർ എന്തിന് നമ്മൾ ചെലവഴിച്ചു? അത് നമ്മൾ ഉറക്കെ ചിന്തിക്കണം പ്രിയമുള്ളവരെ. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നമ്മോട് ചോദ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ പറയല്ല. അവ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഒരു ചിന്തകൻ വിക്ടർ ഹ്യൂഗോ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് വളരെ അർത്ഥവത്താണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയാണ്, മനുഷ്യൻ്റെ ജീവിതം തന്നെ ചെറുതാണ്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ്റാണ്ടുകളൊന്നും ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ചെറിയൊരു കാലഘട്ടമാണ്. ആ ചെറിയൊരു ജീവിതം, അതിൽ തന്നെ കുറേ അശ്രദ്ധമായിട്ട് നമ്മൾ സമയം പാഴാക്കിയാലോ അവന് ആ ജീവിതത്തെ കൂടുതൽ ചെറുതാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ പ്രവാസികളാണല്ലോ. പ്രവാസികളുടെ ഒഴിവ് സമയങ്ങളെക്കുറിച്ച് അവർ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് പ്രവാസികളായ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം നാട്ടിൽ കഴിയുമ്പോൾ കൂടുതൽ ഈ പ്രവാസ ജീവിതത്തെക്കാൾ കൂടുതൽ നമുക്ക് സമൂഹവുമായിട്ടും അതല്ലെങ്കിൽ കുടുംബങ്ങളുമൊക്കെ ആയിട്ടും ഒക്കെ ബന്ധപ്പെടേണ്ടി വരും. എന്നാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. എന്നിട്ട് പ്രിയമുള്ളവരെ, നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പള്ളിയുടെ, ഖുർആനിൻ്റെ, ഇസ്ലാമിൻ്റെയൊക്കെ മാർഗത്തിൽ എന്തെല്ലാം നന്മകൾ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് വരച്ച് കാണിച്ചു തന്നു. നിൻ്റെ സമയം ഇങ്ങനെ ചെലവഴിച്ചോ, നിൻ്റെ ആരോഗ്യം ഇങ്ങനെ ചെലവഴിച്ചോ, നിൻ്റെ സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചോ എന്ന് പറയുന്നു. പക്ഷേ പ്രവാസി സമൂഹം അതിൽ
വമ്പിച്ച ഒരു വിഭാഗം വെറുതെ സമയങ്ങൾ വിനോദങ്ങളുടെ, തമാശകളുടെ, കളികളുടെ മാർഗത്തിൽ ആ സമയത്തെ കൊല്ലുകയാണ്, വധിച്ചു കളയുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് ഈ സൗദി അറേബ്യയിൽ ഈ പവിത്രമായ ഇസ്ലാഹി സെൻ്റർ ഉണ്ടല്ലോ, ഇതുപോലെ ഇസ്ലാഹി സെൻ്ററിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രണ്ടാളുകൾ എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളാണ്. അവർ നമ്മുടെ നാട്ടിൽ നിന്ന് സ്ഥിരം ഖുതുബ പറയുന്ന ആളുകളാണ്. ഒരാൾ പാലക്കാടാണ്, ഒരാൾ കൊണ്ടോട്ടിയാണ്. ഞാൻ എത്ര പറയാനുള്ള കാര്യം, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകൾക്കൊക്കെ ഈ ഇസ്ലാഹി സെൻ്ററിനെ കൃത്യമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒരുപാട് ഇസ്ലാമിക വിജ്ഞാനം ശേഖരിക്കുവാനും അത് സാധിക്കുന്ന രൂപത്തിൽ പ്രബോധനം ചെയ്യുവാനുമൊക്കെ നിങ്ങൾക്ക് കഴിയും. ഒരുപാട് കഴിവുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, എനിക്കറിയാം. 4 ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരായത്തോതി ആ ആയത്തിൻ്റെ സാരാംശം ഇന്നതാണ്, അത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം സഹോദര എന്ന് പറയാൻ കഴിയാത്തതായി ഇവിടെ ആരുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മാറണം. നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ വൃഥാ നഷ്ടപ്പെടുത്തിക്കൂടാ. ഞാൻ പറഞ്ഞല്ലോ, സമയം എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. സത്യത്തിൽ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് എന്താ? കുറേ സമയങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒന്നാണ്. ആ സമയങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള നിൻ്റെ ആയുസ്, ആ ആയുസ്സിൽ നിന്ന് കുറേ മണിക്കൂറുകൾ നമ്മൾ വെറുതെ ചെലവഴിച്ചാലോ, അത് നിൻ്റെ ജീവന് തന്നെ, നിൻ്റെ ആയുസ്സിനെ തന്നെ നീ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് എന്താ അറിയോ? മരണത്തെക്കാൾ ഭയാനകമാണെന്നാണ്. ഈ നമ്മുടെ ഒഴിവ് സമയം എന്നുള്ളത്, അത് വൃഥാ പാഴാക്കുന്നത് മരണത്തെക്കാൾ ഭയാനകമാണ്. ഇത് മഹാനായിട്ടുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ലിഅന്നൽ മൗത യഖ്തഉക അനിൽ അഹ്യാ. മരണത്തെക്കാൾ ഭയാനം എന്ന് പറയാൻ കാരണം എന്താ അറിയുക? വെറുതെ പറയല്ല. മരണം എന്ന് പറയുന്നത് എന്താ? അത് ജീവനുള്ള ആളുകളോടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ്. എന്നാൽ സമയം പാഴാക്കുക എന്നുള്ളതോ, വതളയ്യുൽ വഖ്തി യഖ്തഉക അനില്ലാഹി തബാറക വതആല. സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഉന്നതനും അനുഗ്രഹ സമ്പൂർണനുമായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. മനുഷ്യരോട് പിന്നെ വിട പറഞ്ഞ് ഇവിടുന്ന് യാത്ര പോയാൽ അത് പ്രശ്നമല്ല, മറിച്ച് കുറേ മണിക്കൂറുകൾ അത് അള്ളാഹുവിനോടുള്ള ബന്ധം വിച്ഛേദിച്ച് നീ വിഹരിക്കുകയാണെങ്കിൽ അതാണ് മരണത്തെക്കാൾ ഭയാനകമാണ് സമയം വൃഥാ പാഴാക്കുന്നത് എന്ന് പറയാനുള്ള കാര്യം. നമുക്കറിയാം, പ്രവാചകൻ്റെ സഹാബത്ത് അവരൊക്കെ, നമുക്ക് ഇപ്പോൾ പല ആളുകളും എന്താ നിങ്ങളൊക്കെ ക്ലാസ്സിനൊന്നും കണ്ടില്ലല്ലോ, വെള്ളിയാഴ്ചയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓരോ പ്രതിബന്ധങ്ങൾ പറയാറുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പോലെ ബന്ധങ്ങൾ, നമ്മുടെ പോലെ ജോലി, അതുപോലെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആളുകളായിരുന്നു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ പാവപ്പെട്ടവരായ, ഏറെയേറെ സമ്പത്തൊന്നുമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ അധ്വാനിക്കാനായിട്ട് പോകും. ആ അധ്വാനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അവർ പ്രവാചകൻ്റെ സന്നിധിയിലുള്ള, അവിടെ ഉണ്ടാകുമെന്നവർക്ക് ധാരണയുള്ള ആളുകളോട് പറയും, ഞങ്ങളിന്ന് ജോലിക്ക് പോകാൻ, അതുകൊണ്ട് നിങ്ങൾ പ്രവാചകൻ്റെ മൊഴികൾ, അധ്യാപനങ്ങൾ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം എന്ന് പറയാൻ. എന്നിട്ട് അവർക്ക് ഇനി എപ്പോഴാണ് പ്രവാചകൻ്റെ കൂടെ കഴിയാൻ, അവിടുത്തെ വിജ്ഞാനം സമ്പാദിക്കുവാൻ, അവിടുത്തെ മഹിതമായ മാതൃകകൾ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമൊക്കെ പിന്നെ അവസരം എപ്പോഴാണ്, അതിനുള്ള ഊഴം കാത്ത് പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. അവർക്ക് കുട്ടികളുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. അവർക്കും ഈ സമയമൊക്കെ തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സമയം വെറുതെ ചിലവഴിച്ചുകൂടാ. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ്റെ ഇത് പിന്നെ ആളുകൾ എന്താ പറയുക, യുവാവല്ലേ, യുവത്വമല്ലേ, നമുക്ക് കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനല്ലേ എന്ന ഒരു കാര്യം മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ വസന്തകാലം, അതിൽ അനവധി മണിക്കൂറുകൾ അങ്ങനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത്, ഇച്ഛകളുടെ പേര് പറഞ്ഞുകൊണ്ട് മനസ്സിൽ തോന്നുന്ന മോഹങ്ങൾ, അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക, പല വികാരങ്ങളുടെയും പിന്നാലെ പോകുക, അതൊന്നും ഒരു വിശ്വാസിക്കൊരിക്കലും പാടില്ലാത്ത ഒന്നാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ്റെ ഉപമ എന്ന് പറയുന്നത് അനുഭവ പരിചയമില്ലാത്തൊരു വ്യാപാരിയെ പോലെയാണെന്നാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത് അറിയൂ? അദ്ദേഹം വലിയ വില കൊടുത്തിട്ട് പുറമോടിയുള്ള വർണ്ണങ്ങളാൽ മോടി പിടിപ്പിക്കപ്പെട്ട എന്നാൽ ക്വാളിറ്റി ഇല്ലാത്ത വസ്തുക്കൾ വലിയ വില കൊടുത്ത് വാങ്ങും. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്യും? കച്ചവടത്തിൽ പരാജയത്തിലേക്ക് പോകും, പരാജയപ്പെടും, നഷ്ടക്കാരനായി മാറും. എന്നതുപോലെ നമ്മുടെ ഈ ഒഴിവ് സമയമാകുന്ന ഉന്നതമായ സമ്പത്ത് അത് ശരിയാവണ്ണം വിനിയോഗിച്ചില്ല എങ്കിൽ നമ്മൾ പരാജയത്തിലേക്ക്, നഷ്ടത്തിലേക്ക് പോകും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗം വിറ്റ് നരകം വാങ്ങുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതിൻ്റെ സമയം, അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ, സ്ഥിരപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ അത് നമുക്ക് സാധിക്കുന്ന അത്ര അത് നന്നായിട്ട് ചെയ്യുക. അതുപോലെ നോമ്പ്, സുന്നത്ത് നോമ്പ്, അതുപോലെ ഖുർആനുമായുള്ള ബന്ധം, അതിൻ്റെ പഠനം, അതിൻ്റെ മനഃപ്പാഠം, അതിൻ്റെ ചിന്ത, അതിൻ്റെ പ്രബോധനം, പ്രചാരണം, അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് മാത്രമല്ല, ഖുർആന് അത് നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ പ്രകാശം വിതറുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. പിന്നെ രോഗിയെ സന്ദർശിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ സംസാരത്തിനിടയ്ക്ക് പറയാറുണ്ട്, ഇന്നയാൾ മരണപ്പെട്ടു, അദ്ദേഹം രോഗിയായി ഹോസ്പിറ്റലിൽ കടന്നിരുന്നു, ആ സമയത്ത് പോയി കാണണമെന്നൊക്കെ വിചാരിച്ചതാണ്, തിരക്ക് കൊണ്ട് സാധിച്ചില്ല എന്നൊക്കെ പറയും. മരിച്ചു പോയില്ലേ, ഇനി പിന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ പ്രിയമുള്ളവർ, ഓരോ കാര്യവും നമ്മൾ നീട്ടിവെക്കാതെ ആ ഉള്ള സമയം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെ അനുഭവം ഉണ്ടായേക്കാം. പിന്നെ ഒരാളെ സന്ദർശിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ചിന്തയുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ സന്ദർശിച്ചില്ല. പക്ഷേ കാലം അത് മുന്നോട്ട് പോയി, അദ്ദേഹം മരണപ്പെട്ടു. അതാണ് ആ നന്മക്കുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ആളുകൾ എങ്ങനെയെന്നറിയോ? അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞ, ഒരാൾ മരണപ്പെട്ടാൽ അവിടെ പോകുക, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പിന്നെ ആ മയ്യത്തിന് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ പോകുക, മയ്യത്ത് നമസ്കരിക്കുക, പിന്നെ അത് കബറടക്കം കഴിഞ്ഞ് പിരിയുന്നത് വരെ അവിടെയൊക്കെ സാക്ഷിയാവുക. അവന് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്, എല്ലാവരുമല്ല, കുറേ ആളുകളിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ? ജസ്റ്റ് എന്താണ്, മയ്യത്തിനൊന്ന് കണ്ട് ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് എല്ലാവരോടൊക്കെ ഒന്ന് സലാം പറഞ്ഞ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ, ആക്ഷേപിക്കല്ല, തെറ്റിദ്ധരുത്താൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവുക, ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് വരിക, എന്നിട്ട് പിന്നെ മയ്യത്തൊക്കെ കണ്ട് അവിടെ നിന്ന് പോവുക. മയ്യത്ത് നമസ്കാരമില്ല, മയ്യത്തിൻ്റെ കൂടെ പോകലില്ല, മയ്യത്ത് മറമാടുമ്പോൾ അവിടെ സന്നിഹിതരാകലില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തൊക്കെ വിസ്മരിക്കുകയാണ്. എന്നിട്ടോ ഇദ്ദേഹത്തിന് പിന്നെ എന്താ പണി? വീട്ടിൽ പോയി ഇരിക്കുക, കണ്ട വാർത്ത വീണ്ടും കാണുക, വായിച്ച പേപ്പർ വീണ്ടും വായിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള പിന്നെ ഒരു ഫലശൂന്യമായിട്ടുള്ള കാര്യത്തിലൊക്കെ പിന്നെ നിൽക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമയം അത് രോഗികളെ സന്ദർശിക്കാകട്ടെ, മയ്യത്തിനെ സന്ദർശിക്കുക, അതിൻ്റെ പിൻപറ്റി അത്തരം കാര്യങ്ങളാകട്ടെ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, അതുപോലെ ഹലാലായ രൂപത്തിൽ നമ്മൾ സമ്പാദിക്കുക. അതൊന്നും മോശമുള്ള കാര്യമില്ല. അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെ സമ്പാദിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ ഖൈറുണ്ടാകും, ബറക്കത്തുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യാൻ തോന്നും? നിങ്ങൾക്കറിയോ, നമുക്ക് ചെയ്യാൻ പറ്റും പ്രബോധനം, അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് പിന്നെ ക്ഷണിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഫോണുണ്ടല്ലോ.
അതിലിപ്പോൾ ഫേസ്ബുക്കുണ്ട്, വാട്സപ്പ് ഉണ്ട്. ഒരായത്ത്, ഒരു ഹദീസ് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരാഴ്ചയിൽ നമ്മൾ നമ്മുടെ കുടുംബ ഗ്രൂപ്പിലൊന്നിടുക, അതൊന്ന് വായിക്കട്ടെ അല്ലെങ്കിൽ ആ സൗണ്ട് ഒന്ന് കേൾക്കട്ടെ, എന്നിട്ട് അവർ മനസ്സിലാക്കുക. അതാണ് ദഅവത്തിൻ്റെ ഒരു മാർഗം. അങ്ങനെ എന്തെല്ലാം മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുക പ്രിയമുള്ളവരെ. 2 മണിക്കൂർ കിട്ടിയിട്ട് ആ 2 മണിക്കൂർ കംപ്ലീറ്റ് കളിയും വിനോദവും, അള്ളാഹിനെ കുറിച്ചൊന്ന് ഓർക്കാൻ ഒരു നിമിഷം, അര മിനിറ്റ് പോലും ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹിനെ ഓർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ, വളരെ ലളിതമായ, നമുക്കൊന്നും ഒരു പ്രയാസമില്ലാത്ത കാര്യങ്ങൾ. എന്നാൽ അള്ളാഹു അങ്ങനെയുള്ള നന്മകൾ ചെയ്യുന്ന, അള്ളാഹിനെ ഓർക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹിൽ അലീം. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി അൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞ അർത്ഥം സുബ്ഹാനല്ലാഹ്, അള്ളാഹു മഹാപരിശുദ്ധനാണ്, അൽ അലീം മഹാനായ അള്ളാഹു, വബിഹംദിഹി അവനെ സ്തുതിക്കുന്നു അതോടൊപ്പം. ഇതാണ് അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞാൽ ആ പറഞ്ഞ ദിക്റിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഉരിസത്ത് ലഹു ബിഹാ നഖ്ലത്തുൻ ഫിൽ ജന്ന എന്നാണ്. സ്വർഗത്തിൽ അവന് ഒരു ഈത്തപ്പന അള്ളാഹു അവിടെ നട്ടു എന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പോൾ എത്ര മണിക്കൂറുകൾ നമ്മളിങ്ങനെ വെറുതെ ചിലവഴിച്ചിട്ടുണ്ടാവും. ഒരു ദിക്ർ, ഇനി ഇത് നല്ല വേറെ എന്തെല്ലാം ദിക്റുകളുണ്ട്, അതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാ. ഈ മുൻഗാമികൾ ഒരിക്കലും നബി തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചല്ലോ, സഹാബത്തിനോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പ് നോറ്റത് ആരാണ്, ഇന്ന് മയ്യത്തിനെ പിൻപറ്റിയത് ആരാണ്, രോഗിയെ സന്ദർശിച്ചത് ആരാണ്, സദക്ക കൊടുത്തത് ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓരോ ചോദ്യത്തിനും ഞാൻ എന്ന് പറയുകയുണ്ടായി. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് നോമ്പുകാരൻ? അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ജനാസയെ പിൻപറ്റിയതാർ? അപ്പോൾ അദ്ദേഹം ഞാൻ എന്ന് പറഞ്ഞു. അതുപോലെ മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഒരു അഗതിയായ മനുഷ്യനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഭക്ഷണം നൽകിയവൻ? അപ്പം ഞാൻ എന്ന് പറയുകയുണ്ടായി. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് രോഗിയെ സന്ദർശിച്ചവൻ? അപ്പം ഞാൻ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ ഒരു ദിവസം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം അവരൊക്കെ സ്വഹാബത്തൊക്കെ അവരുടെ സമയം ഏറ്റവും പ്രതിഫലമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള, ഉഹ്റബിയായ ലോകത്ത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത്? നമുക്കൊക്കെ ഇത് മാതൃകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇനിയോ നമ്മളിപ്പോൾ ഈ ഒഴിവ് സമയമുണ്ടല്ലോ, അത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വെറും കളിയും വിനോദവും തമാശയും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിച്ചാലോ നമ്മൾ വലിയ വലിയ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സംശയം വേണ്ട, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഈ സമയം ഇങ്ങനെ പാഴാക്കി അങ്ങനെ തിന്മയിലൂടെ. സത്യത്തിൽ എന്താണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ഈ മലകളിൽ റോഡുകളുണ്ടാകും, വലിയ മലകളിൽ ചെറിയ റോഡുകൾ. ആ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറെ പോലെയാണ്. ശ്രദ്ധിച്ചോട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? ആ വാഹനം അഗാധ ഗർത്തത്തിലേക്ക് പതിക്കും. അതുപോലെയാണ് ഒഴിവ് സമയം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ ഒരു അഗാധ ഗർത്തമാണ് ഒരു സൈഡിൽ. നമ്മൾ ഈ ഒഴിവ് സമയം ഇങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മൾ പോയില്ലെങ്കിൽ അഗാധ ഗർത്തത്തിലേക്ക്, നാശത്തിലേക്ക് പതിക്കും എന്നുള്ളതാണ്. ഈ ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്, അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടൂല എന്നുള്ളതാണ്. പോയാൽ പോയി, കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട 1 മണിക്കൂർ ഇനി നമ്മൾ എന്ത് ചെയ്താലും
ഒരു 100 കോടി കൊടുത്താലും നമുക്ക് ആ സമയം കിട്ടൂല എന്നാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല മാർഗത്തിൽ വിനിയോഗിക്കണം. വിശുദ്ധ ഖുർആൻ പറയാൻ, റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. ചില ആളുകളുണ്ട്, അവരെന്ത് ചെയ്യുന്നു? അവരുടെ കച്ചവടങ്ങൾ, അവരുടെ വ്യാപാരങ്ങൾ, അതൊന്നും അള്ളാഹിനെ ഓർക്കുന്നതിന് അവർക്ക് തടസ്സമല്ല. അവരുടെ ഹജ്ജിനോ നോമ്പിനോ നമസ്കാരത്തിനോ ഇബാദത്തുകൾക്കോ ഒന്നും തടസ്സമല്ല. അവർ സകാത്ത് നൽകുന്നു, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, അതൊക്കെ അവർ ചെയ്യുന്നു. എന്താണ് അതിനുള്ള അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം? എന്താ? യഖാഫൂന യൗമൻ, അവർ ദിവസത്തെ ഭയപ്പെടുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാർ. ആ ഭയപ്പെടുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ, അതുപോലെ തന്നെ കണ്ണുകൾ, അതൊക്കെ മാറി മറിയുന്ന, ഇളക്കി മറിക്കപ്പെടുന്ന ആ ദിവസം. അങ്ങനെയുള്ളൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ അവർ ഭയപ്പെടുന്നു എന്നുള്ള. ഇന്നിപ്പോൾ നമ്മൾ നോക്കൂ, നമ്മുടെ സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി. നാളെ നമുക്ക് രോഗം വന്നേക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവ് സമയം കിട്ടാത്ത രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനാകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും അങ്ങനെ സമയം നഷ്ടപ്പെടുത്തി. നമ്മൾ എപ്പോഴും നമസ്കാരത്തിലേക്ക് ഓതുന്നൊരു സൂറത്തുണ്ടല്ലോ, ചെറിയ സൂറത്ത്, അതായത് അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള സൂറത്ത്, സൂറത്തുൽ ഇൻഷിറാഹ് എന്ന് പറയും. അതിലൊരു ചെറിയ ആയത്ത്, അതെന്താ? ഒഴിവ് സമയം നിനക്കുണ്ടാകാൻ പാടില്ല എന്ന് അതിൽ പറയുന്നത്. അതായത് ഫഇദാ ഫറഗ്ത ഫൻസബ്, നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് നീ പ്രവേശിക്കുക. അതായത് ഒരു കർത്തവ്യം, ഒരു ജോലി, ഒരു നന്മ, അതൊന്ന് മറ്റൊന്നിലേക്ക് നീ പോകണമെന്നാണ്. വെറുതെ ഇരുന്ന് കിടന്ന് ഉറങ്ങി ആ രൂപത്തിലേക്ക് നീ മാറാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. മുൻഗാമികളായ ആളുകൾ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള മനോഹരമായ, എന്നാൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള, അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള വാക്കുകളുണ്ട്. അതായത് സമയം എന്ന് പറയുന്നത് അതൊരു വാള് പോലെയാണെന്നാണ്. വാള് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു വാള് നമ്മുടെ കയ്യിലുണ്ട്. ഒഴിവ് സമയമുള്ള ഞാനും നിങ്ങളും എന്താണ് വിചാരിക്കേണ്ടത്? നമ്മുടെ കയ്യിലൊരു വാളുണ്ടെന്നാണ്. ഈ വാള് നല്ല മൂർച്ചയുള്ള വാള്. ആ വാള് നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യോ കാലൊക്കെ മുറിയും. ഒരു മാങ്ങ മുറിക്കുന്നു, അല്ലെങ്കിൽ ചക്ക മുറിക്കുന്നു, അത് ആ സമയത്ത് നമ്മുടെ വിരലൊക്കെ അവിടെ ഉണ്ടായാലോ മുറിഞ്ഞു പോകും. എന്നതുപോലെയാണ് നമ്മുടെ സമയം. അത് നന്നായി ഉപയോഗിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട്, യഗ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പായി നീ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ശബാബക ഖബല ഹറമിക്, നിനക്ക് വാർദ്ധക്യം വരും. നിനക്കറിഞ്ഞ് നിങ്ങളോട് പറയല്ല, നിങ്ങളോട് മാത്രമല്ല എന്നോടും കൂടെയാണ്. നമുക്കൊക്കെ എന്ത് ചെയ്യും? വാർദ്ധക്യം വരും. അത് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിൻ്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണം. വസ്ഹതക ഖബല സഖമിക്, നിനക്ക് രോഗം വരും, രോഗിയാകും. അതിനു മുമ്പ് നിൻ്റെ ആരോഗ്യം നീ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തണം. വഗ്നാക ഖബല ഫഖരിക്, നിനക്ക് ദാരിദ്ര്യമുണ്ടാകും. നബിയാണ് പറയുന്നത്. എനിക്കൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുമോ എന്നാരും ചിന്തിക്കണ്ട. ഉണ്ടാകാതിരിക്കാൻ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം, അതിന് പരിശ്രമിക്കാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ധനം അത് ശരിയായിട്ട് വിനിയോഗിക്കുക. എന്നിട്ട് പറയാണ്, വഫറാഗിക ഖബല ശുഗ്ലിക്, നീ വ്യാപൃതനായിട്ട് ഒഴിവില്ലാത്ത, ഒരു നിമിഷം പോലും പാഴാക്കാൻ കഴിയാത്ത രൂപത്തിൽ, തിരിയാൻ സമയമില്ലാത്ത രൂപത്തിൽ നിനക്ക് ജോലികൾ വരും, എന്തെങ്കിലും കാര്യം വരും. അതിനു മുമ്പ് എന്ത് ചെയ്യണം? നിൻ്റെ ഒഴിവ് സമയം നീ നന്നായി ഉപയോഗപ്പെടുത്തുക. വഹയാതക ഖബല മൗതിക്, മരണം നിനക്ക് വരും. ആ മരണത്തിന് മുമ്പ് നിൻ്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് വിശദീകരിക്കേണ്ടാത്ത വണ്ണം വ്യക്തമായിട്ടുള്ള ഒരു പ്രവാചക വചനമാണ്. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളെക്കുറിച്ച് പറയുന്നുണ്ട്.
ഞാൻ കണ്ടുമുട്ടിയ ജനങ്ങൾ അവർ ദീനാറുകൾക്കും ദിർഹമുകൾക്കും, നിങ്ങൾക്ക് എത്ര പ്രാധാന്യമാണോ ദീനാറുകൾക്കും ദിർഹമുകൾക്കും കൊടുക്കുന്നത്, അതിനേക്കാൾ ശ്രദ്ധയോടുകൂടെ കരുതലോടുകൂടെയാണ് അവർ സമയത്തിന് വേണ്ടി കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നന്ദിയുള്ളവരാകുക. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാ. പരലോകത്തെ ഈ 4 ചോദ്യങ്ങൾ ചോദിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമില്ല എന്നാണ്. അതായത് ആ ചോദ്യങ്ങൾ ഉണ്ടാകും, മറുപടി നമ്മൾ തയ്യാറാക്കണം. എന്താണ് ചോദ്യം? ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, എങ്ങനെ ചെലവഴിച്ചു എന്ന്. ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവ് സമയം അതിൻ്റെ വലിയൊരു ഭാഗമാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതാണ് ഒഴിവ് സമയം, അള്ളാഹുവിൻ്റെ അമാനത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ജോലിക്കിടയിൽ പോലും കുറേ ആളുകൾക്ക് ഒഴിവുണ്ട്. ആ ഒഴിവ് സമയത്ത് വായിച്ചൂടെ? ആ ഒഴിവ് സമയത്ത് നമ്മൾ വേണ്ടത്ര ബന്ധം പുലർത്താത്ത ഒരാൾക്ക് വിളിച്ചൂടെ? ഫോൺ വിളിച്ചൂടെ? ആ ബന്ധം നന്നായിക്കൂടെ? അപ്പോൾ പിന്നെ ഒന്നുമില്ലെങ്കിൽ ദിക്റുകൾ അല്ലെങ്കിൽ ആയത്തുകൾ വായിക്കുക, എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ ചോദ്യമുണ്ടാകും. വഅൻ ഇൽമിഹി ഫീമ ഫഅൽ, വിജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കും. വഅൻ മാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ, എങ്ങനെയാണ് ചെലവഴിച്ചത്, എന്തിനാണ് ചെലവഴിച്ചത്, എവിടെ നിന്നാണ് സമ്പാദിച്ചത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതും നമ്മളിൽ നിന്ന് പോകും എല്ലാം ശ്രദ്ധിക്കണം, എല്ലാം ഹലാലായിരിക്കണം. വഅൻ ജിസ്മിഹി, അവൻ്റെ ശരീരത്തെക്കുറിച്ച് ചോദിക്കും. ഫീമ അബല, അതെങ്ങനെ ആണ് നശിപ്പിച്ചത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ സമയമൊക്കെ നഷ്ടപ്പെടുത്തുന്ന നന്മകൾ ചെയ്യാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ വൃഥാ നഷ്ടപ്പെടുത്തിയ ആളുകൾ മലക്കുൽ മൗത്ത് വന്ന് ആ റൂഹ് പിടിക്കുന്ന ഘട്ടത്തിൽ അവൻ അല്ലാഹുവിനോട് പറയുന്ന കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കിത്തരണേ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒരുപക്ഷെ നന്മ ചെയ്തേക്കാം, എന്നെ ഒന്ന് മടക്കിത്തരൂ എന്നവൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന ആ ഒരവസ്ഥ വരുമെന്നാണ് ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂൻ്റെ അവസാന ഭാഗത്ത് അത് വീണ്ടും പറയുന്നുണ്ട്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവിനോട് കെഞ്ചുകയാണ്, യാചിക്കുകയാണ് ഒരല്പസമയം. അപ്പോൾ അല്ല പറയുന്ന മറുപടി എന്താണ്? ഇദാ ജാഅ അജലുഹാ, മനുഷ്യൻ്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഫലൻ യുഅഖിറല്ലാഹു നഫ്സ, അള്ളാഹു ഒരാൾക്കും അവധി നീട്ടിക്കൊടുക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഒഴിവ് സമയം എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു പറഞ്ഞല്ലോ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫലപ്രദമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ, നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവർത്തിച്ചുകൊണ്ട് പിന്നെ ഉണർത്തുവാനുള്ളത്. ഒരു 3 സംഗതികൾ ഞാൻ നിങ്ങളെ പിന്നെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മഹാനായിട്ടുള്ള ഇമാം ഗസ്സാലി റഹിമഹുല്ലാ പറയുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം എന്ന് പറയുന്നത് അതിൽപ്പെട്ടൊരു കാര്യമാണ്. എന്താ പറയുക? സമയം. അത് അള്ളാഹുവിനെ സ്മരിക്കാനും അതുപോലെ അള്ളാഹിൻ്റെ മാർഗത്തിലുമൊക്കെ വിനിയോഗിച്ചുകൊണ്ട് അത് നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ അഥവാ നമ്മൾ ഈ ഒഴിവ് സമയമൊക്കെ വെറുതെ പാഴാക്കി കളയാതെ നമ്മളത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മളെന്താണ്? അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനുള്ള ഒരു അടയാളമാണത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇമാം അബു അലിൽ ഹസൻ അൽ ജൗസുഖാനി റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യം മിൻ അലാമാതി സആദത്തിൽ അബ്ദ്, ഒരു അടിമയുടെ, ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് മുറാഅതുഹു ലി ഔഖാതിഹി, അവൻ്റെ സമയം അവൻ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെലവഴിക്കണം. അതാണ് ടൈം മാനേജ്മെൻറ്റ്. ഒരു ക്രമീകരണം വേണം, വിശ്രമിക്കാൻ, അതുപോലെ ഭക്ഷണം, അതുപോലെ ഓരോ കാര്യങ്ങളും ഒരു സമയം നമുക്കൊരു ധാരണ ഉണ്ടാകണം. അത് വെറുതെ നഷ്ടപ്പെടുത്താനല്ല. നമ്മളിപ്പോൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതെന്ന് കുറേ വെറുതെ കളയോ?
ഇല്ലല്ലോ എന്നതുപോലെ. പിന്നെ നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, ഇളാഅത്തുൽ വഖ്ത് മിൻ തൂലിൽ അമൽ, സുദീർഘമായ അനന്തമായ വ്യാമോഹം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, അതിൽപ്പെട്ടതാണ് ഈ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ നോക്കൂ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പകലും ഇങ്ങനെ പറയുന്നതാണ്. എന്താ പറയുന്നത് നിങ്ങൾ? ഇബ്നു ആദം, മനുഷ്യപുത്ര. ഓരോ ആണിനെയും പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പറയാ, ആദമിൻ്റെ സന്തതി, ഇഗ്തനിമി ലഅല്ലഹു ലാ യൗമ ലക ബഅദി, ഈ ദിവസം നീ ഫലപ്രദമായി ഉപയോഗിച്ചോ, ഇതിന് ശേഷം നിനക്ക് ദിവസമുണ്ടാകുകയില്ല എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുന്നു എന്നുള്ള. നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് ആ ദിവസം ഇങ്ങനെ വിളിച്ചു പറയാൻ, ഇത് ശരിക്കും ഉപയോഗിച്ചോ, ഇതിന് ശേഷം നിനക്ക് ദിവസം ഉണ്ടാവില്ല. അങ്ങനെ രാത്രിയാകുമ്പോഴോ വലാ ലൈലത്തൻ ഇല്ലാ തുനാദി ഇബ്നു ആദം യഗ്തനിമി ലഅല്ലഹു ലാ ലൈലത ലക ബഅദി, ഓരോ രാത്രിയിലും ഇതാ ഈ രാത്രി നീ ശരിക്കും ഉപയോഗിച്ചോ, ഇതിന് ശേഷം നിനക്ക് വേറെ രാത്രിയില്ല എന്ന് പറയുന്ന സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ നാളെ നരകത്തിൽ അലമുറയിട്ട് കരയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, റബ്ബേ ഈ നരകത്തു നിന്ന് രക്ഷിക്കണേ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാമെന്ന് അലമുറയിട്ട് കരയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അവരോട് പറയാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ, നിങ്ങൾക്ക് സമയം തന്നില്ലേ, കുറേ ഫ്രീ ടൈം ഉണ്ടായിരുന്നല്ലോ, ആലോചിക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. അല്ലാഹു തആല തിരിച്ചു ചോദിക്കാൻ. അപ്പം അതുകൊണ്ട് കമ്പ്യൂട്ടറുകളിലും മൊബൈലുകളിലും തോണ്ടിയിരുന്ന് മണിക്കൂറുകൾ ചെലവഴിക്കുന്ന, നഷ്ടപ്പെടുത്തുന്ന, സോഷ്യൽ മീഡിയയുടെ മായികാ ലോകത്ത് വിഹരിക്കുന്ന, അങ്ങനെ സമയം കളയുന്ന, അള്ളാഹുവിൻ്റെ ആ അനിഷ്ടം ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റി നന്മകളിൽ കർമ്മനിരതരാവുക, അതാണ് ഉണർത്തുവാനുള്ളത്. സഹോദരങ്ങളെ, ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സമയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ളത് ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കണ്ടായി. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അതുപോലെ തന്നെ നമ്മൾ കുടുംബ ബന്ധുക്കളായിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പിതാവിൻ്റെ സഹോദരങ്ങളുണ്ടാകും, അതുപോലെ പിതാവിൻ്റെ സഹോദരിമാരുണ്ടാകും, മാതാവിൻ്റെ സഹോദരങ്ങളുണ്ടാകും, സഹോദരിമാരുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ, അവരോട് ഒക്കെ ബന്ധം പുലർത്താൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഭാര്യയോടും മക്കളോടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാൻ നമ്മൾ കഴിയണം. അതുപോലെ തന്നെ നമ്മൾ വായന, അത് നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ വായന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിന് കോഴിക്കോട് ടൗണിൽ മർക്കസുദ്ദാവ എന്ന് പറയുന്ന അവിടെ നമ്മുടെ കേന്ദ്രത്തിൽ ഒരു ബുക്ക് സ്റ്റാളുണ്ട്, പ്രസിദ്ധീകരണാലയം, യുവത എന്നാണ് അതിൻ്റെ പേര്. ആയിരക്കണക്കിന് ബുക്കുകളാണ്, ഇസ്ലാമിക പുസ്തകങ്ങളാണ് അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കുട്ടികൾക്കുള്ള കഥകൾ ഉൾപ്പെടെ, ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, പിന്നെ കഥകൾ ഉൾപ്പെടെയുള്ള വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ഹദീസ് സമാഹാരങ്ങൾ, ഇസ്ലാമിനെക്കുറിച്ചുള്ള ഇസ്ലാം 5 വാല്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം ചരിത്രങ്ങൾ, ലോക മുസ്ലിം ചരിത്രങ്ങൾ, ഇതൊക്കെ അവിടെയൊക്കെ നിങ്ങൾ കുടുംബസമേതം സന്ദർശിച്ച് ബുക്കുകളൊക്കെ വാങ്ങി കുടുംബത്തിനെ അതൊക്കെ വായിക്കാനും സ്വയം വായിക്കാനും ഒക്കെ സമയം കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതുപോലെ തന്നെ സമയം പാഴാക്കാതെ നമ്മുടെ നൈസർഗികമായിട്ടുള്ള പിന്നെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രസംഗം, അതിന് താല്പര്യമുള്ള ആളുകൾക്കുള്ള അവസരം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ ഹദീസ് ക്ലാസ്സിലൊക്കെ ആളുകൾക്ക് ഹദീസ് വായിച്ച് ക്ലാസ് എടുക്കാനുള്ള, അത് പരിശീലിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ എന്തെല്ലാം സംരംഭങ്ങൾ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വ്യായാമത്തെക്കുറിച്ച് ചുരുക്കത്തിൽ പറയുവാനുള്ളത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക, അല്ലെങ്കിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ, പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.